അപ്പോൾ വെറുതെ സമയം വർത്താനം പറഞ്ഞ് കളയാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അതാണ് എൻ്റെ ഒരു നിയമം. ഇത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അല്ലാതെ സമയം വർത്താനം പറഞ്ഞ് കളയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അതാണ് എൻ്റെ ഒരു സ്വഭാവം പണ്ട് തൊട്ടേ. വെറുതെ സമയം മൊബൈൽ ഫോണൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തതിന് കാര്യം വെറുതെ സമയം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ വർത്താനം അതും ഇതും പറഞ്ഞുകൊണ്ട് കളയാതെ കാര്യഗൗരവമായ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. പത്രങ്ങൾ പോലും ഞാനങ്ങനെ ആവശ്യമില്ല നോക്കാറില്ല, വായിക്കാറുമില്ല. അറിയേണ്ട കാര്യം എവിടെ നിന്ന് ചോദിക്കുന്നത് അത്യാവശ്യം ഉണ്ട്, നാട്ടിൽ വല്ലതും ഉണ്ടോ, ക്ഷേത്രമൊക്കെ ഉണ്ടോ, അത്രയൊക്കെ മതി. ഇതിന് വേണ്ടാത്ത എല്ലാം കൂടെ പൊട്ടത്തിലെല്ലാം എഴുതി വെച്ചെല്ലാം വായിച്ച് നമ്മൾ ഇതിനാ വേറെ സമയം കളയുന്നത്. ഇതൊരു കാര്യം നമ്മൾ തീർക്കേണ്ട ഉത്തരവാദിത്വം തീർക്കണ്ടേ. നമ്മൾ ചെയ്യേണ്ട ജോലി അന്ന് പിശാചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് ചെയ്യേണ്ട ജോലി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യേണ്ട സമയത്ത്. അപ്പൊ അതിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. കല്യാണങ്ങളെ കാണാൻ ഒരുപാട് ക്രൈസ്തവ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ കല്യാണങ്ങൾ ഇങ്ങനെ പോയി ഇപ്പൊ 10, 30, 32, 34 വയസ്സ് വരെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ 18 വയസ്സ് കല്യാണം നടക്കണം. 18, 20 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നല്ല ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വിവാഹ ആലോചന എടുത്ത് കല്യാണം നടത്തി കുഞ്ഞുങ്ങൾ പഠിക്കുകയോ ജോലിയോ ഒക്കെ ചെയ്യട്ടെ. ആദ്യം കല്യാണം നടത്തി കുടുംബം ഉണ്ടാകട്ടെ. ഈ ജോലിയല്ല വേണ്ടത്, കുടുംബം വേണ്ടത്. നല്ലൊരു കുടുംബം. നിന്റെ മകൾക്ക് നല്ലൊരു ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ജനിക്കട്ടെ. ആ കൂട്ടത്തിൽ കുറച്ച് ഉള്ള പൈസയൊക്കെ മതി. ഒത്തിരി അത് കുടുംബം ഉണ്ടാവട്ടെ. ഒറ്റ ദിവസം കൊണ്ട് ആന കണ്ട് ഇത് വളരെ ആ മക്കളും പഠിച്ച് ഇങ്ങനെ ഒരു നല്ല ഫാമിലി ഉണ്ടാവട്ടെ. അല്ലാതെ ഇതിങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ആ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അതാണ് പൈസ നടത്തുന്നത്. ചില എല്ലാവരും പഠിത്തം വിദ്യാഭ്യാസം ജോലി വിദേശം അവിടെ ഇവിടെ ഇതും തലേ കയറി പിടിച്ചോണ്ടിരിക്കുക. വിദേശത്ത് പോയിട്ട് എന്നെ കാണിക്കാനാണ്. കാശുണ്ടാക്കിയിട്ട് ഇതൊന്നും ജീവിക്കാനൊന്നും പറ്റത്തുന്നില്ല. ജീവിതത്തിൽ അടുത്തിടെ വേണ്ട നല്ലൊരു ജീവിതം കാണാനാവും. എന്തിനു ഈ 18, 19 ചോദിച്ചാല് മറ്റൊരുത്തം നശിപ്പിക്കുന്നതിന് മുമ്പും മറ്റൊരാൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് സ്വയം നശിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വിവാഹം നടക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിരിക്കുമ്പോൾ ഞാൻ ചില സമയത്ത് കേൾക്കുന്ന കാര്യം അല്ല, എപ്പോഴും ഇല്ല, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം വരും. അത് പറഞ്ഞു മാത്രം. കൊച്ചു ജോലിയ അവിടെയാണ് ഇവിടെയാണ് ഇതൊന്നും വേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടറാകുമ്പോ എഞ്ചിനീയർ ആകുമ്പോ അതൊന്നുമല്ലോ. ഈ കുഞ്ഞൊരു ജീവിതം ഉണ്ടോ, നല്ലൊരു കുടുംബ ജീവിതം, നല്ലൊരു ഭർത്താവ്, പ്രാർത്ഥിക്കുന്ന ഇവരെ കുടുംബ ബന്ധമുള്ള വിശ്വാസമുള്ള മക്കളൊക്കെ ചെറുപ്പത്തിൽ ജനിക്കണം. അല്ലാതെ അതിന് മുമ്പല്ല ഒരു 20, 25, 30 വയസ്സിനുള്ളിൽ മക്കൾക്ക് ജനിച്ചു തീരണം. എന്നിട്ട് വേണം ആ കുടുംബം പിന്നെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് വളരുന്നൊരു കുടുംബമായിട്ട് മാറുന്നത്. ആ ഒരു വിശുദ്ധമായ കാഴ്ചപ്പാട് വേണം. പണം തല കയറി പിടിച്ചവനെല്ലാം കുഴപ്പം. പണം വാരിക്കൂട്ടാൻ വേണ്ടി, പേര് കൂട്ടാൻ വേണ്ടി വീട്ടിലെല്ലാം ശൂന്യത. വലിയ കൊട്ടാരം പോലെ വീടുണ്ട്, ആരുമില്ല ജീവിക്കാൻ താമസിക്കാനും. തൂത്തുവാരാൻ പോലും ആളില്ല. കയ്യെടുത്ത് കിടത്താൻ നന്ദി പറയും. ഹല്ലേലൂയ. സന്തോഷമാണ്. നന്നായിട്ട് കൈയടിച്ചേ. ഹല്ലേലൂയ. ഒന്ന് പേടി